നമസ്കാരം. നമ്മുടെ നാടിന്റെ ഓരോ ഗ്രാമത്തിനും പറയാൻ ഒരുപാട് വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകളുണ്ട്. അത്തരത്തിൽ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആത്മീയതയുടെയും നിറവിൽ നിൽക്കുന്ന ഒരു പുണ്യ സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതാണ് കണ്ടങ്കാവ് ക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ രാമമംഗലം എന്ന ദേശത്താണ്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വാമനമൂർത്തിയാണ്. വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ വളരെ അപൂർവങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. മഹാവിഷ്ണുവിന്റെ വാമനാവതാര സങ്കല്പവുമായി ബന്ധപ്പെട്ടതാണ് വാമനമൂർത്തി ആരാധന. മഹാബലിയുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിച്ച വാമന അവതാരം വിനയത്തിന്റെയും ധർമ്മത്തിന്റെയും മഹത്തായ സന്ദേശമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാമനമൂർത്തിയുടെ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് പ്രത്യേകമായ ഒരു ആത്മീയ അനുഭവമാണ് ലഭിക്കുന്നത്. കണ്ടങ്കാവ് ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായ വാമനമൂർത്തി കൂടാതെ കണ്ടങ്കാവ് ഭഗവതിയും മഹാദേവനും ഉപപ്രതിഷ്ഠകളായിട്ടുണ്ട്. കണ്ടങ്കാവ് വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും അല്പം താഴെയായിട്ടാണ് കണ്ടങ്കാവ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മഹാദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നും അല്പം ഉയർന്ന പ്രദേശത്തായിട്ടാണ്. ഈ ക്ഷേത്രം എന്നത് വെറും ഒരു ആരാധനാലയം മാത്രമല്ല, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരുന്ന വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഓർമ്മകളുടെയും കേന്ദ്രം കൂടിയാണ്. അത്തരത്തിൽ പാമ്പാക്കുടയിൽ നിന്നും കോലഞ്ചേരി പോകുന്ന വഴിയിൽ റോഡിന്റെ സൈഡിൽ തന്നെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം രാമമംഗലം ഹോസ്പിറ്റൽ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ടു മുൻപായിട്ടാണ്. കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ വാമനമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നായ കണ്ടങ്കാവ് ക്ഷേത്രത്തെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.